പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. മക്കൾ രണ്ടുപേരും വീട്ടിലുണ്ടല്ലോ, അവരും എൻ്റെ കാര്യങ്ങൾ നോക്കി പഠിത്തവും എല്ലാം കൂടെ അവരെ കൊണ്ടെല്ലാം കൂടെ പറ്റുന്നില്ല. അതും ഒരു ബുദ്ധിമുട്ടായി. സങ്കടപ്പെട്ട് ഞാൻ അങ്ങനെ കിടക്കായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് തീരെ വയ്യ. ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് തീരെ പറ്റുന്നില്ല. ബാത്റൂമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, വൊമിറ്റ് ചെയ്യുന്നു. 2 സ്പൂൺ പോലും എനിക്ക് കഴിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളം. എനിക്കൊന്നും പറ്റുന്നില്ല. നെഞ്ചൊക്കെ ഇങ്ങനെ നിന്ന് പോകുന്നല്ലാത്ത അവസ്ഥ, സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാതിരിക്കുമോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇറങ്ങി. ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. വേറെ വഴിയൊന്നുമില്ല. എനിക്ക് സഹിക്കാൻ വയ്യ. വേദന കൊണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പോയി ഇനി ഇഞ്ചക്ഷനും എടുത്ത് എന്താണെന്ന് നോക്കണം. എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് പോയേ പറ്റൂ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഇന്ന് പോയില്ല. നാളെ മുതൽ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ തുടങ്ങിയാണ്. അവർക്ക് രാവിലെ പോകേണ്ടല്ലേ. ഞാനിങ്ങനെയാണ്. അവർക്കതൊരു ബുദ്ധിമുട്ടാവും. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞവരെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മാക്സിമം ഞങ്ങളെ സഹായിക്കാം. മറ്റുള്ളവർക്ക് ഞങ്ങളെ വീഡിയോകൾ അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾക്ക് അയച്ചു തരാനായിട്ട് അവരോട് പറയുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് 6700 രൂപ കിട്ടിയിട്ടുണ്ട് 2 ദിവസമായിട്ട്. എനിക്ക് പിന്നെ എൻ്റെ അപ്ഡേഷൻ പറയാനും പറ്റിയിട്ടില്ല. ഇനിയും ലക്ഷ്യങ്ങളാണ് വേണ്ടത്. നിങ്ങൾക്കറിയാലോ. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങളെ സഹായിക്കുക. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അയച്ചു കൊടുക്കണേ. എല്ലാവരോടും പറയണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. വിളിച്ചെല്ലാം കൂടെ അന്വേഷിക്കുന്നവരുണ്ട്. പറ്റുന്ന സമയത്ത് ഞാൻ ഫോൺ എടുക്കും, പറ്റാത്തപ്പോൾ ഞാൻ എടുക്കാറില്ല. ഓക്സിജൻ ലെവൽ കുറയുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ആയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ്